നമസ്കാരം. നവകേരള സദസ്സിനിടെ പിണറായി വിജയന്റെ അംഗരക്ഷകരും ഗുണ്ടകളും ചേർന്ന് സമരക്കാരെ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവം കേരളം മറന്നിട്ടുണ്ടാകില്ല. അന്ന് ആ ക്രൂരതയെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചത് അതൊരു രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഭരണം മാറി പുതിയ സർക്കാർ വന്നതോടെ ആ കള്ളനാടകത്തിന്റെ സകല കോട്ടകളും തകർന്നു വീഴുകയാണ്. നവകേരള സദസ്സിലെ മർദ്ദനക്കേസിൽ പ്രതികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാദങ്ങളെ അപ്പാടെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ട് SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാർ ബസ്സിന് നേരെ കല്ലെറിഞ്ഞപ്പോഴാണ് തങ്ങൾ ഇടപെട്ടതെന്നായിരുന്നു പിണറായിയുടെ സുരക്ഷാ ഗുണ്ടകളുടെ പ്രധാന വാദം. എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ അങ്ങനെ ഒരു കല്ലേറ് നടന്നതായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് SIT റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. കൂടെ നിന്നവർ തന്നെ ഇപ്പോൾ കാലുമാറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായത് നവകേരള ബസ് ഓടിച്ചിരുന്ന KSRTC ഡ്രൈവറുടെ മൊഴിയാണ് ഇപ്പോൾ പ്രതികൾക്ക് പൂർണ്ണമായി തിരിച്ചടിയായിരിക്കുന്നത്. ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞിട്ടില്ലെന്നും ബസ്സിന് നേരെ യാതൊരുവിധ കല്ലേറും ഉണ്ടായിട്ടില്ലെന്നുമാണ് ഡ്രൈവർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. ബസ്സിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, പിണറായി വിജയൻ തന്നെയായിരുന്നു ഇപ്പോഴും ഭരണത്തിൽ ഇരുന്നതെങ്കിൽ ഈ കേസ് ഒരിക്കലും ഈ രീതിയിൽ തെളിവുകളോടെ പുറത്തു വരില്ലായിരുന്നു. ഡ്രൈവറുടെ ഈ സത്യസന്ധമായ കുറ്റസമ്മതം പോലും നടക്കില്ലായിരുന്നു. അന്ന് ഭരണ സ്വാധീനത്തിൽ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി കള്ളമൊഴി പറയിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഭരണം മാറിയതോടെ ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയാണ് കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ഇപ്പോൾ കാലുമാറുന്നതും സത്യം വിളിച്ചു പറയുന്നതും. പകൽ പോലെ സത്യം വ്യക്തമായ സ്ഥിതിക്ക് കുറ്റവാളികൾക്ക് ഇനി ഒളിക്കാൻ കഴിയില്ല. പ്രതികൾ ഉപയോഗിച്ച ലാത്തി കൊണ്ടുള്ള ആക്രമണം അതീവ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണെന്നും മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള അക്രമമാണ് അവിടെ നടന്നതെന്നും മെഡിക്കൽ ബോർഡ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മർദ്ദനമേറ്റ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴുത്തിലും തലയിലും പലതവണ മാരകമായി അടിയേറ്റു. ഇതിന്റെ കൃത്യമായ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് നേരെ വധശ്രമത്തിന് തുല്യമായ IPC 308 വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. പിണറായിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ അടിയേറ്റ് AD തോമസിന്റെ തല പൊട്ടി ചോരയൊലിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് കോടതിക്ക് മുന്നിലുണ്ട്. പരിക്കിന്റെ ആഴത്തെക്കുറിച്ച് മെഡിക്കൽ വിദഗ്ധരിൽ നിന്നും SIT കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ അവർ തങ്ങളുടെ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമെന്നും തെളിവുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും SIT റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് നീതി നിർവഹണത്തിന്റെ അത്യാവശ്യമാണ്. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത, ഈ കേസ് അട്ടിമറിക്കാൻ പിണറായി ഭരണകാലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൂട്ടുനിന്നുവെന്ന് SIT റിപ്പോർട്ടിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകൾ പോലും അന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർ നശിപ്പിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്തു. ഈ അട്ടിമറി നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇപ്പോൾ അന്വേഷണം ആവശ്യമാണെന്ന് SIT വ്യക്തമാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധിച്ച ചെറുപ്പക്കാരുടെ തല തല്ലിപ്പൊളിക്കാൻ ആജ്ഞ നൽകിയവരും അതിന് കാവൽ നിന്ന ഉന്നത ഉദ്യോഗസ്ഥരും ഒന്നിച്ചു കൊടുങ്ങാൻ പോകുന്ന നാളുകളാണ് ഈ വരുന്നത്. പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ആ രക്ഷാപ്രവർത്തന നാടകം എത്രത്തോളം വലിയ ക്രൂരതയായിരുന്നുവെന്ന് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. നിയമത്തിന് മുന്നിൽ കള്ളം അധികനാൾ ഒളിച്ചു വെക്കാൻ കഴിയില്ലെന്ന് SITയുടെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് തെളിയിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് കൈയടിച്ച നവകേരള സദസ്സിലെ ഗുണ്ടായിസത്തിന്റെ സകല കോട്ടകളും തകർന്നു വീണിരിക്കുകയാണ്. നവകേരള ബസ്സിന് നേരെ കല്ലേറ് ഉണ്ടായിട്ടേ ഇല്ലെന്ന് KSRTC ഡ്രൈവർ തന്നെ ഇപ്പോൾ SITക്ക് മൊഴി നൽകിയതോടെ പ്രതികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നാടകം പൊളിഞ്ഞു. പിണറായി ഭരണമായിരുന്നെങ്കിൽ ഈ ഡ്രൈവർ വായ തുറക്കില്ലായിരുന്നു. എന്നാൽ ഭരണം മാറിയതോടെ ഇനി കള്ളം പറഞ്ഞാൽ അകത്താകുമെന്ന് കണ്ട് കൂടെയുള്ളവർ തന്നെ കാലുമാറി സത്യം പറയുകയാണ്. കോടതിയിലെ തെളിവുകൾ വരെ നശിപ്പിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ നോക്കിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ തല തല്ലിപ്പൊളിച്ച ക്രൂരതയ്ക്ക് നിയമം കൃത്യമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ ഒരു അട്ടിമറി നാടകവും പുതിയ SITക്ക് മുന്നിൽ ചെലവാകില്ല.